ഒപ്പം മ്യൂസിക് കേൾക്കാം. 1 2 3 4 പിണറായിയെ കുറിച്ചൊരു ഡോക്യുമെന്ററി തയ്യാറാക്കണമെന്ന് ഞങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചതായിരുന്നു. നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. കുറച്ച് ചേർക്കാം അല്ലേ? ചേർക്കാം. PS അച്യുതാനന്ദനും നായനാർക്കും കെ കരുണാകരനും ഉമ്മൻചാണ്ടിക്കും എന്തിന് സാക്ഷാൽ EMSന് പോലും സാധിക്കാത്ത നാഴികക്കല്ല്. ഇടതുപക്ഷത്തിന്റെ നേട്ടമാണ് വിഴിഞ്ഞം പദ്ധതി. കാലം കാത്തുവെച്ച കർമ്മയോഗി, രക്ഷകൻ, ക്യാപ്റ്റൻ. നിന്നോട് ആര് പറഞ്ഞു ഈ വിട്ടിത്തം? പിണറായി സ്തുതിയല്ല, ഇതിൽ പറയുന്നതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ്. നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാന്നുള്ളതാണ്. അപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടോ? അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. ചിരിക്കരുതേ. പേരു തന്നെ കൈരളിക്കിതാശ്രയം, വികസനത്തിൻ പാത തന്നെ ജനമനസ്സിനാഗ്രഹം. ഒരു കയറിനായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കെട്ടുന്നെങ്കിൽ ചത്തേനെ. ഇപ്പൊ ഒരാളെ പറയാണേ പിണറായിയുടെ തലയെ കൊണ്ടേ വെള്ളം ഒഴിക്കാൻ ഇത് വെച്ചോണ്ട്. ഇപ്പൊ എന്നോട് പറഞ്ഞു വിട്ടതാ. എന്താ അങ്ങനെ പറഞ്ഞ? വല്ലതും കൊടുക്കണണ്ട. സത്യം പറയാമല്ലോ, കാലണ കയ്യിലില്ല. ഈ പത്രാസ് കാണിച്ച് ജീവിച്ചു പോകുന്നേ ഉള്ളൂ. ഇവരെ കുടുംബമാണ് ശരിക്കും പറഞ്ഞാൽ മന്ത്രിസഭയിൽ വന്നിട്ട് ഇവരെ കുടുംബമാണ് രക്ഷപ്പെടുന്നത്. കേരളം രക്ഷപ്പെടാനുള്ള, കേരളം കടക്കണിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്താ മുതലാളിയുടെ തലയിൽ ഇടുത്തി വിടില്ലേ എന്ന് പ്രാർത്ഥിച്ചതാ. കേരളം ഭരിച്ചാൽ ഏറ്റവും വൃത്തികെട്ടാൻ പിണറായി സർക്കാർ. സത്യമായി പറയുന്നവനായി ഈ രാജാക്കന്ന്. ഇവരുടെ പാട്ടുകാരില്ലേ, പള്ളിയെല്ലാം പണിയണം, പള്ളിക്കൂടമാവണം. എന്നിട്ട് എന്താണ് പള്ളിക്കൂടത്തിന്റെ മതിൽ വിളിച്ചുകൊണ്ടാണ് ബസ് കയറുന്നത്. നീ ആരോടാ കളിക്കുന്നറിയാവോ? മന്ത്രിയോടാ. ആണോ? ഇത്രയധികം നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു ഭരണാധികാരി ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. അതിന് ഞാനും ചെയ്തില്ല. അതെ, നീ ഒന്നും ചെയ്യുന്നില്ല. ഒരു കള്ളവും ഇതിൽ പറഞ്ഞിട്ടില്ല, ഒരു പുകഴ്ത്തും ഇതിലില്ല. എല്ലാം യാഥാർത്ഥ്യങ്ങളാണ്. നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ.